നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉമ തോമസിന്റെ അപകടത്തിനിരയാക്കിയ കൊച്ചിയിലെ നൃത്ത പരിപാടിയിൽ അടിമുടി ദുരൂഹത. കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവ് സംഘാടകർ നടത്തിയെന്ന ആരോപണം. രുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1600 രൂപയോ 1500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12000 കുട്ടികളിൽ നിന്നും സംഘാടകരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന GCDA. സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വിഭാഗീയതയ്ക്കിടെ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തു. AP ഉദയഭാനു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ 6 പുതുമുഖങ്ങൾ. അച്ചടക്ക നടപടി നേരിട്ട ഫ്രാൻസിസ് വി ആന്റണിയും ജില്ലാ കമ്മിറ്റിയിൽ. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ആത്മഹത്യ. വെള്ളനാട് ട്രഷറിയിൽ ഗ്രേഡ് SI തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ഏണിക്കര സ്വദേശി രാജ്കുമാർ. പരിശോധന ആരംഭിച്ച് പോലീസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ പൊളിച്ചടുക്കി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ കണക്ക് നൽകിയത് 3 മാസങ്ങൾക്ക് ശേഷം. 214 കോടി ചോദിച്ച സ്ഥാനത്ത് 290 കോടി കൊടുത്തുവെന്നും ജോർജ് കുര്യൻ. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ കടുത്ത പ്രതിഷേധം. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA രാജി ആവശ്യം ശക്തം. MLA ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിൽ സംഘർഷം. വന്യജീവി ആക്രമണങ്ങളിൽ നട്ടം തിരിഞ്ഞ ജനങ്ങൾ. ഇടുക്കി മുളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ മൃതദേഹം സംസ്കരിച്ചു. വാൽപ്പാറയിൽ കടകൾ തകർത്ത് കാട്ടാനക്കൂട്ടം. വയനാട് പെരുന്തട്ടയിൽ പശുക്കിടാവിനെ വന്യമൃഗം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ. അമേരിക്കൻ മുൻ പ്രസിഡന്റും നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. അന്ത്യം 100-ാം വയസ്സിൽ ചികിത്സയിലിരിക്കെ അനുശോചിച്ച ലോക നേതാക്കൾ. മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. 184 റൺസിന്റെ തകർപ്പൻ ജയവുമായി ഓസ്ട്രേലിയ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ മുന്നിൽ. ഉമ തോമസ് MLA അപകടത്തിനിരയാക്കിയ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയാണ്. പരിപാടിയുടെ ക്രമീകരണ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഇവന്റ്സ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രേഷ്മ ബാബു അവിടെ നിന്നും ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം അവിടെ വലിയ ഒരു പിഴവ് തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. കാരണം അവിടെ ഭരതനാട്യത്തിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷകർത്താവ് അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതുതന്നെയാണ്. വലിയ തുകയാണ് പിരിച്ചെടുത്തത്. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കി നൽകിയില്ല. ക്രമീകരണ ചുമതലയുണ്ടായിരുന്ന ആളുകളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ക്രമീകരണങ്ങളിൽ പാളിച്ച പറ്റിയെന്ന് അവരും പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസ് അവിടെ പരിശോധന നടത്തി വരികയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ. ദേവിക, സെൻട്രൽ ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നിലവിൽ ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് ഈ നിലവിൽ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള സ്റ്റേജിന്റെ അളവുകളടക്കമാണ് നിലവിൽ പരിശോധിക്കുന്നത്. എത്ര അടി ഉയരത്തിൽ നിന്നുമാണ് MLA വീണിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഈ ക്രമീകരിച്ചിട്ടുള്ള സ്റ്റേജ് അത് എപ്രകാരമാണ്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ നിലവിലെ VIP ഗാലറി, അതായത് സ്റ്റേഡിയത്തിന്റെ VIP ഗാലറിയുടെ മുകളിലായിട്ടാണ് ഈ
ഇരുമ്പ് ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ട് കെട്ടിക്കൊണ്ടുള്ള ഒരു താൽക്കാലിക സ്റ്റേജ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിനു മുകളിലായിട്ടാണ് VIP-കൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഈ പരിപാടിയുടെ VIP-കൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് കസേരകൾ ഒരുക്കിയിരുന്നു. അതിനു മുകളിൽ ഈ സ്റ്റേജും, അതായത് മറ്റ് ഉദ്ഘാടന പരിപാടിയിലെ അവതാരികമാരൊക്കെ തന്നെ നിന്നിരുന്നത് ആ സ്റ്റേജിലുമാണ്. തൊട്ട് താഴെ ഒരു 30-35 കസേരകൾ നിരത്തിക്കൊണ്ട് VIP ഗാലറി ഒരുക്കി. ഇതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു സുരക്ഷാ കൈവരി ഒരുക്കേണ്ടതായിരുന്നു. പക്ഷെ ആ കൈവരിക്ക് പകരമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ നീല റിബൺ കിട്ടിയിട്ടുള്ള ക്യൂ മാനേജർ എന്നുള്ള താൽക്കാലിക സംവിധാനം. നിലവിൽ പോലീസിന്റെ പരിശോധനയിൽ ഇത് ഏത് വിധത്തിലാണ് ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, അതിന്റെ അളവുകോലുകളൊക്കെ തന്നെ ഈ MLA വീണ ഇടം, MLAയുടെ ഉമാ തോമസ് MLAയുടെ ചെരുപ്പാണ് ഈ കിടക്കുന്നത്. MLA വീണത് ഈ ഓടയുടെ സ്ലാബില്ലേ, ആ സ്ലാബിന്റെ മുകളിലേക്കാണ്. ആ പിൻഭാഗം, തലയുടെ പിൻഭാഗം ഇടിക്കുകയും ചെയ്തു. ഈ നിലവിൽ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്ന അളവെന്ന് പറയുന്നത് 14 അടി ഉയരമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എന്തായാലും അത്രയും ഉയരത്തിൽ നിന്നുമാണ് MLA താഴേക്ക് പതിച്ചത്. വലിയൊരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസും മറ്റുള്ളവരും ഉള്ളത്. GCDയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം. ഫോറൻസിക് വിഭാഗമാണ് നിലവിൽ ഈ പരിശോധന നടത്തുന്നത്. ഇവിടെ അവർ പരിശോധന തുടരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അതായത് സുരക്ഷാ കൈവരി ഒരുക്കിയിട്ടില്ല. ഈ താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേജ് സംവിധാനം അങ്ങനെ കെട്ടിപ്പൊക്കാനൊന്നും സാധിക്കില്ല. കാരണം ഇത് VIP ഗാലറി, നേരത്തെ ഉള്ള VIP ഗാലറിയുടെ മുകളിലാണ് ഈ സ്റ്റേജ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ നേരത്തെ ഉള്ള VIP ഗാലറിക്ക് ഒരു സുരക്ഷാ കൈവരിയുണ്ട്, കമ്പി ഉപയോഗിച്ചുള്ള സുരക്ഷാ കൈവരിയുണ്ട്. മറിച്ച് അതിന് മുകളിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് ദണ്ഡുകൾ കൂട്ടിക്കിട്ടിയുമാണ് ഈ പറയുന്ന സ്റ്റേജ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ സ്റ്റേജ് ഒരുക്കാനായിട്ട് യാതൊരു തരത്തിലും അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCDA പറഞ്ഞിട്ടുള്ളത്. കരാർ മാനദണ്ഡങ്ങളിൽ ലംഘനം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നും GCDA അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഏറ്റവും പുതിയ വിവരമാണ്, ഈ ഒരു പരിപാടിയുടെ ക്രമീകരണം, സ്റ്റേജ് അടക്കമുള്ള ക്രമീകരണങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമ കൃഷ്ണകുമാർ കസ്റ്റഡിയിൽ എന്നുള്ള വിവരം. നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് കേസെടുത്തതാണ്. BNS 125B 125 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായെന്നും ആ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിൽ പാസേജ് അടക്കമുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ പുലർത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം പറയുന്നത്, സാധാരണ രീതിയിൽ ഈ KPPR ആക്ട് പ്രകാരം ഒരു സ്വകാര്യ പരിപാടി അല്ലെങ്കിൽ ഒരു വിനോദ പരിപാടി നടത്തുന്ന സമയത്ത് വിവിധ നിരാക്ഷേപ പത്രങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നും വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അഗ്നിരക്ഷാ സേനാ വിഭാഗം, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം, പിന്നീട് ഈ പറയുന്ന കോർപ്പറേഷൻ ഏതാണോ തദ്ദേശ സ്ഥാപനം, ആ തദ്ദേശ സ്ഥാപനത്തിന്റെ നിരാക്ഷേപ പത്രം നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തോട് നമ്മൾ അന്വേഷിച്ച സമയത്ത് പറയുന്നത് NOC ഈ പരിപാടിക്ക് നൽകിയില്ല എന്നുള്ളതാണ്. NOC നൽകാതെ ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മറ്റൊന്ന്, ഈ GCDA പറയുന്നത് കരാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടിപ്പൊക്കുന്ന സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് GCDA ചെയർമാനായിട്ടുള്ള K ചന്ദ്രൻപിള്ള. അതേ വ്യക്തി അതേ പരിപാടിയിൽ അതേ സ്റ്റേജിലിരുന്ന് പങ്കെടുക്കുന്നു. എന്നിട്ടും ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയ സമയത്ത് എന്തുകൊണ്ടാണ് ഈ അധികാരികൾ കണ്ണടച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരു അപകടം സംഭവിച്ച സമയത്ത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടായത്, ഒരു ജാഗ്രത ഉണ്ടായത്. പക്ഷേ ആ ജാഗ്രത കുറവ് നേരത്തെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി. കാരണം ഈ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ നിരാക്ഷേപ പത്രം കൊടുക്കുന്നത് ഈ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ്. അത്തരത്തിലുള്ള പരിശോധനകളിലും വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. എന്തായാലും ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നിലവിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. സ്റ്റേജ് ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിന്റെ അടക്കം ക്രമീകരണങ്ങളിൽ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമ കസ്റ്റഡിയിലാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശരി, കലൂരിൽ നിന്ന് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചതിൽ വൻ സുരക്ഷാ വീഴ്ച, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് GCDA, പരിപാടി സംഘടിപ്പിക്കുന്നതിന് NOC നൽകിയിട്ടില്ലെന്ന് അഗ്നിരക്ഷാ സേനയും അറിയിച്ചു. നല്ല നിലയിൽ അത് പുരോഗമിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. വളരെ കുറഞ്ഞൊരു സമയത്തേക്ക് മാത്രമുള്ള പരിപാടിയായിരുന്നു, 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു.
ആ പരിപാടിയുടെ തുടക്കം മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു 5 മിനിറ്റ് പരിപാടിയായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ VIP പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് ഒരെണ്ണം നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാവർക്കും അറിയാമത്. അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. മറ്റ് വിവിധ ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ, ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് തൃക്കാക്കര MLA ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് മെഡിക്കൽ സംഘം. ശ്വാസകോശത്തിലെ ചതവും രക്തം കെട്ടിക്കിടക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നു. ഉമാ തോമസ് കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ. ഒരു 200 ml താഴെ ഉള്ളൂ. 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട CPMൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തു. തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അച്ചടക്ക നടപടിയെ തുടർന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ് വി ആന്റണിയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നേരിടുന്ന വളരെയധികം ജില്ലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഇവിടെ ഇപ്പോൾ ഫ്രാൻസിസ് വി ആന്റണിയെ തിരിച്ചെടുത്തതിൽ അല്ലെങ്കിൽ അംഗമാക്കിയതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത തന്നെയാണോ മുന്നിൽ തെളിഞ്ഞു കാണുന്നത്? ദേവിക, ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. കടമ്പകൾ ഏറെയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് വഹിക്കാൻ ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ദേവിക പറഞ്ഞതുപോലെ ഏറ്റവും രൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഈ മത്സരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വിഭാഗീയത രൂക്ഷമാകും. കനത്ത വിഭാഗീയതയിലേക്ക് പാർട്ടി ഭാവിയിൽ കടക്കുന്നതിന് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ വിഭാഗീയത ഒഴിവാക്കുന്നതിന് വേണ്ടി സമവായ ശ്രമത്തിൽ കൂടി മത്സരം ഒഴിവാക്കുന്നതിനുള്ള തീവ്ര ശ്രമമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഈ രാജു എബ്രഹാമിന് പുറമെ TD ബൈജു, PB ഹർഷകുമാർ, A പത്മകുമാർ തുടങ്ങിയവരുടെ പേരുകൾ സംസ്ഥാന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു. ഈ പേരുകൾ ഉയർന്നതിനോടൊപ്പം തന്നെ പ്രതിനിധികളും പ്രവർത്തകരും ഇവരുടെ എല്ലാം പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ തരത്തിലുള്ള പക്ഷം പിടിക്കലും മറ്റും ഉയർന്നു വന്ന സാഹചര്യത്തിൽ വിഭാഗീയത രൂക്ഷമാകും എന്നുള്ള അവസ്ഥ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് ഈ വിഭാഗീയത ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ പേര് ഏകകണ്ഠേനമായി തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തു. 25 വർഷം കോന്നി MLA ആയിരുന്ന രാജു എബ്രഹാമിനെ, നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള രാജു എബ്രഹാമിനെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇനി വിഭാഗീയത രൂക്ഷമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ജില്ലയിൽ നിലനിൽക്കുന്നത് ഈ ഫ്രാൻസിസ് വി ആന്റണി, തിരുവല്ല നിന്നുള്ള ഫ്രാൻസിസ് വി ആന്റണിയുടെ ജില്ലാ കമ്മിറ്റി പ്രവേശനമാണ്. നേരത്തെ തിരുവല്ല വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി നേരിട്ട് തിരുവല്ല ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട
ആളാണ് ഈ ഫ്രാൻസിസ് വി ആന്റണി. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഫ്രാൻസിസ് വി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷവും മറുപക്ഷവും തമ്മിലാണ് എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പാർട്ടി ഈ ഫ്രാൻസിസ് വി ആന്റണിയെ നേരത്തെ തിരുവല്ലയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയത്. ഏരിയ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്നുമായിരുന്നു അച്ചടക്ക നടപടിയുടെ പേരിൽ ഇദ്ദേഹത്തെ മാറ്റിയത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയിൽ ജില്ലയിൽ ഏറ്റവും വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്ന തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമാകുന്നതിന് കാരണമാകും. ഫ്രാൻസിസ് വി ആന്റണിയുടെ എതിർപക്ഷത്ത് ഉള്ളവർ വിഭാഗീയത രൂക്ഷമായി ഇദ്ദേഹത്തിനെതിരെ തുറന്ന പോരിലേക്ക് കടക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വരും ഭാവിയിലും രൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്നുള്ള വിലയിരുത്തലുകൾ ഈ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രവേശനവുമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KP ഉദയഭാനു നേരത്തെ 3 തവണ ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനു അടക്കമുള്ള 5 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 6 പുതുമുഖങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ജില്ലാ കമ്മിറ്റി. വിഭാഗീയത പത്തനംതിട്ട ജില്ലയിൽ അവസാനിക്കുന്നില്ല. വിവിധ രൂപത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതിന് സൂചന ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഫ്രാൻസിസ് വി ആന്റണി അടക്കമുള്ള ആളുകളുടെ ജില്ലാ കമ്മിറ്റി പ്രവേശനവും മറ്റ് കാര്യങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നത്. അടൂർ ലോബി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടൂർ ലോബിയിൽ നിന്നുള്ള ആളുകൾക്കാണ് CPM-ന്റെ മാത്രമല്ല മറ്റ് പോഷക സംഘടനകളിലടക്കം നേതൃസ്ഥാനങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അടൂരിൽ നിന്നുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായാൽ അത് കൂടുതൽ വിമർശനങ്ങൾക്കും ഈ വിമർശനങ്ങൾ രൂക്ഷമാകുന്നതിനുമൊക്കെ കാരണമാകും എന്നുള്ള കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു മറ്റ് 3 പേരും രാജു എബ്രഹാമിനോടൊപ്പം പേര് ഉയർന്നു വന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് ഉയർന്നു വന്ന 3 പേരും അടൂരിൽ നിന്നുള്ള ആളുകളുമായിരുന്നു. അവരെ ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നതിനും ഇന്നലെ ഉയർന്നു വന്ന ആരോപണവും കാരണമായി എന്നുള്ള വിലയിരുത്തൽ എന്തായാലും വിവിധ കടമ്പകൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ജില്ലാ സമ്മേളനം പൂർത്തിയാക്കുന്നത്. ഇന്ന് വൈകുന്നേരം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും കോന്നിയിൽ ചേരുന്നുണ്ട്. ദേവിക, അതുതന്നെയാണ് പുതിയ നേതൃമാറ്റം കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുമോ എന്ന സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. മിഥുൻ മുരളിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. CPM തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നെന്ന് മധു മുല്ലശ്ശേരി. നിർബന്ധിച്ച് തനിക്കെതിരെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ CPM ശ്രമിക്കുന്നു. ആരോപണം ഉയർത്തി ഇല്ലാതാക്കാനാണ് വി ജോയുടെ ശ്രമമെങ്കിൽ നടക്കില്ല. ചിറയിൻകീഴ് സഹകരണ ബാങ്കിൽ അന്വേഷണം നടത്തണമെന്നും വ്യാജ ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. ആദ്യം പറഞ്ഞ സാമ്പത്തിക ആരോപണമാണ്, വേറെ ഒന്നും പറയാനില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ അടുത്തെല്ലാം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 30/1 കഴിഞ്ഞ് 1-ാം തീയതി 1 മണി വരെ ഞാൻ CPM-ന് കൊള്ളാമായിരുന്നു. എന്നാൽ 1-ാം തീയതി 1 മണിക്ക് ശേഷം CPM-ന് കൊള്ളാത്ത ആളായി, ആരോപണ വിധേയനായി നിൽക്കുന്നവനായി ആരോപണങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ഞാൻ ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി, കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാൽ അതിനൊന്നും വ്യക്തമായ ഒരു തെളിവില്ലാത്തതിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ ഞാൻ വിരിച്ച പൈസ കൊണ്ടുപോയി എന്നൊരു ആരോപണം വന്നു. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തു. കേസിന് വ്യക്തമായ മറുപടി ഞാൻ ആറ്റിങ്ങൽ DSPക്ക് കൊടുത്തു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ ഇന്നലെ ചില ചാനലുകളിൽ കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് മെനിങ്ങാന്ന് 7:30 മണിക്ക് CPM-ന്റെ നേതാക്കൾ അവിടെ ചെന്നിരുന്നു. നിർബന്ധിച്ച് മംഗലാപുരം CI കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തു. CI കേസെടുക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ മോളിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പും പ്രകാരമാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് ഈ പറയുന്ന ഒരു ആരോപണങ്ങളിലും ഒരു വാസ്തവമില്ല. 1 രൂപ ഞാൻ പിരിച്ചിട്ടില്ല. കള്ള കേസ് എടുക്കാനായിട്ടുള്ള തീരുമാനിച്ചിട്ടില്ല. കള്ള കേസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് അത് അപ്രൂവ് ആവും, അല്ലെങ്കിൽ നാളെ അപ്രൂവ് ആവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോയിയുടെ ഒരു കളിയിലും പുറകോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാലക്കാട് നെല്ലിയാമ്പതിയിൽ വനവാസി യുവതി വഴിയിൽ പ്രസവിച്ചു. ചെളിക്കയ വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് പ്രസവിച്ചത്. നെല്ലിയാമ്പതി നേർച്ചപ്പാറയിലാണ് സംഭവം. 5 കിലോമീറ്ററുകളോളം യുവതി കാൽനടയായി സഞ്ചരിച്ചു ശേഷമാണ് പ്രസവിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ വനവാസി സമൂഹത്തോടുള്ള സർക്കാരിന്റെ അവഗണന
വളരെ കുറേ നാളുകളായി ഇത് തുടർന്നു വരികയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വനവാസിയായ വൃദ്ധ മരിച്ചപ്പോൾ ആ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടി ഈ സംസ്ഥാനത്തുണ്ടായല്ലോ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് സംസ്ഥാനത്ത് നടക്കുമ്പോഴും കൃത്യമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണിതല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം നമുക്കറിയാം, വനവാസി ജനങ്ങളുടെ ഉന്നമനത്തിനാണെങ്കിലും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർഭിണികളുടെ ശുശ്രൂഷ, അവരുടെ പ്രസവം വരെയുള്ള കാലയളവിലെ പരിചരണമായി മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ വനവാസി സമൂഹത്തിന് വേണ്ടി വലിയ ഫണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ട്രൈബൽ പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് തന്നെ ഈ വനവാസി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് വനവാസി യുവതി വഴിയിൽ പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചെള്ളിക്കയം വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് വഴിയിൽ പ്രസവിച്ചത്. നെല്ലിയാമ്പതി നേർച്ചപ്പാറയിൽ വെച്ചാണ് സംഭവം. ഇവർ ഈ വീട്ടിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർക്ക് പ്രസവ വേദനയും മറ്റും ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഇവർ വഴിയിൽ പ്രസവിച്ചിരിക്കുന്നത്. ഏതായാലും അമ്മയെയും കുഞ്ഞിനെയും, ഒരു ആൺകുഞ്ഞിനാണ് ഇവർ ജന്മം നൽകിയിരിക്കുന്നത്, അമ്മയെയും കുഞ്ഞിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസ വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ വഴിയിൽ വനവാസി യുവതി പ്രസവിക്കുന്ന തരത്തിൽ ഈ അവസ്ഥ അത് തീർച്ചയായും ഈ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിലൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ വനവാസി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നെല്ലിയാമ്പതി ആണെങ്കിലും അട്ടപ്പാടി ആണെങ്കിലും ഇവിടേക്കൊക്കെ യാത്രാ സൗകര്യങ്ങൾ വലിയ ദുസ്സഹമാണ് എന്നുള്ളതാണ്. നമ്മൾ ജനം TV തന്നെ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ പലപ്പോഴും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല. ഈ വനവാസി ജനങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ള വഴി സൗകര്യങ്ങളിൽ ഉൾപ്പെടെ വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഏതായാലും പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് ഇത്തരത്തിൽ വനവാസി യുവതി വഴിയിൽ പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, മറ്റു വാർത്തകളിലേക്ക് എത്തുമ്പോൾ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 3 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ കണക്ക് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട്. പുനരധിവാസ പാക്കേജിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 214 കോടി ചോദിച്ചെടുത്ത് 290 കോടി കൊടുത്തു. ദുരന്തമുണ്ടായ സമയത്ത് താൻ അവിടെ സന്ദർശനം നടത്തിയപ്പോൾ സംസ്ഥാനത്തെ MLA-യോ MP-യോ മന്ത്രിമാരോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് അതിൻ്റെ നടപടി അനുസരിച്ച് ഉടനെ ഉണ്ടാകും. അമിത്ഷാ പറഞ്ഞിട്ടുമുണ്ട്. ഞാനവിടെ പോയല്ലോ, നിങ്ങളില്ലായിരുന്നല്ലോ, ആരുമില്ലായിരുന്നു. ഒരു MLA ഇല്ലായിരുന്നു, MP ഇല്ലായിരുന്നു, ആരുമില്ല. അപ്പോൾ അത് ഞാൻ കണ്ടയാളാണ്. അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ഉടനെ ഉണ്ടാവും. അതിനിടയിൽ ആവശ്യപ്പെട്ടത് 214 കോടി രൂപയാണ്. അതിന് 2 പ്രാവശ്യമായിട്ട് 145.5% വീതം അവർക്ക് പൈസ കൊടുത്തു. എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ദുരന്ത നിവാരണ കാര്യത്തിൽ ചെയ്യുന്നത്. അത് ഏത് അക്കൗണ്ടാണ്, അത് അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞാണോ എന്നുള്ളതല്ല, അത് ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകാൻ സാധ്യത. 4 തവണ മാറ്റിവെച്ച അപേക്ഷ റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവ് ഇന്നുണ്ടാകാനാണ് സാധ്യത. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 34 കോടി രൂപ മോചനദ്രവ്യം കോടതിയിൽ കെട്ടിവെച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം മോചനം വൈകുകയാണ്. കഴിഞ്ഞ ജൂലൈ 2-നാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ആവശ്യപ്പെട്ട മോചനദ്രവ്യം ലഭിച്ചതോടെ മാപ്പ് നൽകാൻ സൗദി ബാലന്റെ കുടുംബം തയ്യാറാവുകയായിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ പബ്ലിക് പ്രോസിക്യൂഷന്റെ വാദം കേൾക്കണമെന്ന നിലപാട് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നിർദ്ദേശിച്ചതോടെയാണ് നിയമ നടപടികൾ വൈകിയത്. ഇന്ന് മോചന ഉത്തരവുണ്ടായാലും റഹീമിന് നാട്ടിലെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മോചന ഉത്തരവ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും. പിന്നീട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഉത്തരവ് പുറത്തിറങ്ങേണ്ടതുണ്ട്. കോടതി നടപടികൾ പൂർത്തിയായാൽ മറ്റുള്ളവ സാങ്കേതിക നടപടികൾ മാത്രമാണ്. ജനം, കോഴിക്കോട്.
മുനമ്പം സമരം തകർക്കാനുള്ള നീക്കങ്ങളുമായി CPM സമരസമിതിയിൽ ചേരിതിരിവുണ്ടാക്കിയും കള്ളപ്രചാരണങ്ങളിലൂടെയും റിലേ നിരാഹാര സമരം നിർത്തിവെപ്പിക്കാനാണ് ശ്രമം. KN ഉണ്ണികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സമരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും CPMന് കഴിയില്ലെന്നും സമരസമിതി നേതാവ് സിജി ജിൻസൺ വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കാൻ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ മുനമ്പത്തെ ജനങ്ങൾ ബഹിഷ്കരിച്ചതോടെയാണ് കള്ളപ്രചാരണങ്ങളും ആരംഭിച്ചത്. 79ാം ദിവസത്തിലേക്ക് കടന്ന സമരത്തിന്റെ ശക്തി കുറയ്ക്കാനും സമരസമിതിയിൽ ഭിന്നിപ്പുണ്ടാക്കാനും റിലേ നിരാഹാര സമരം നിർത്തിവെപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് CPM നടത്തുന്നത്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സമരം തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് സമരസമിതി നേതാവ് സിജി ജിൻസൺ ആരോപിച്ചു. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ ഇവരെന്തിനാണ് ജനങ്ങൾ നടത്തുന്ന സമരത്തിന് എത്ര ഭയപ്പെടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. രണ്ടാമത്തെ കാര്യം MLA പറഞ്ഞു വെച്ചത് ഇവിടെ പൈസ ഒഴുകുന്നുണ്ടെന്ന്. ഇവിടെ പൈസ ഒഴുകുന്നുണ്ട് എങ്കിൽ ആകെ വന്നിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നപ്പോഴും ഈ കുട്ടി സഖാക്കളെല്ലാം ബക്കറ്റ് പിരിവിനായിട്ട് ആളുകളുടെ വീടുകളിൽ നടന്നു. അതാണ് ഇവിടെ ഒഴുകിയ പൈസയുടെ കണക്ക് പറയുന്നത്. പിന്നെ ഇവിടെ സമരം നിർത്താൻ പറയാനായിട്ട് സമരം ഒരു കാരണവശാലും ഞങ്ങൾ നിർത്തിയില്ല. മുനമ്പത്ത് സംഘടിപ്പിച്ച യോഗത്തിലും ഭൂമി വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം CPM നേതാക്കൾ കാണിച്ചിരുന്നില്ല. മുനമ്പത്തെ ഭൂമി വഖഫാണെങ്കിലും അല്ലെങ്കിലും എന്ന നിലപാടില്ലായ്മയാണ് മന്ത്രി P രാജീവും പ്രകടിപ്പിച്ചത്. മുനമ്പത്തെ സമരത്തിന് പിന്തുണ നൽകുന്ന സംഘടനകളെ വർഗീയ സംഘടനകളെന്ന് മുദ്രകുത്തുകയാണ് CPM. കാസ എന്ന സംഘടന ക്രൈസ്തവരുടെ തീവ്രവാദ സംഘടനയാണെന്നൊരു പരാമർശം MLA നടത്തുകയുണ്ടായി. കാസ ഒരിക്കലും ഞങ്ങൾക്കൊരു തീവ്രവാദ സംഘടനയായില്ല. കാസയെ എപ്പോഴും മുനമ്പത്തുകാർ നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചേക്കനാണ്. കാരണം നന്മയ്ക്ക് വേണ്ടി ആര് സംസാരിക്കുന്നോ അവരുടെ കൂടെ ഈ മുനമ്പം ജനത നിന്നിരിക്കും. ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പും വിഷയത്തിൽ മതപ്രീണനം മുൻനിർത്തി മാത്രം സംസാരിക്കുന്ന നേതാക്കളുടെ വാക്കുകളിലെ പൊള്ളത്തരവും തുറന്നു കാണിച്ചാണ് മുനമ്പം സമരസമിതി മുന്നോട്ട് പോകുന്നത്. സമരസമിതി വിളിക്കാതെ ക്രിസ്മസ് ദിനത്തിൽ സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബിയുടെ MPയും മറ്റ് കോൺഗ്രസ് നേതാക്കളും എത്തിയെങ്കിലും ഇവർക്ക് പ്രസംഗിക്കാൻ വേദി നൽകിയിരുന്നില്ല. ജനം, കൊച്ചി. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവരെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന PV അൻവർ. പണം നൽകി സ്ഥലം വാങ്ങിയവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും PV അൻവർ മലപ്പുറത്ത് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പരിപൂർണമായും വെറുപ്പിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ മുനമ്പം വിഷയത്തിൽ അവിടെ പണം കൊടുത്ത് വാങ്ങിയ ആ സാധു മനുഷ്യരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനില്ലേ? രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിലെ വിധിക്ക് പിന്നാലെ CPM നേതാക്കളും പ്രവർത്തകരും പ്രതികളായ അരിയിൽ ഷുക്കൂർ, തലശ്ശേരി ഫസൽ വധക്കേസുകളിൽ വിചാരണ ഉടൻ ആരംഭിക്കും. CBI അന്വേഷണത്തിലൂടെ CPM നേതാക്കളുടെ പങ്കാളിത്തം തെളിഞ്ഞ കേസുകളാണിത്. കൊച്ചി CBI കോടതിയിലാണ് വിചാരണ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ CBI കോടതി ജനുവരി 3 ശിക്ഷ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. CBI അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള സർക്കാരിന്റെയും CPM നേതൃത്വത്തിന്റെയും നീക്കങ്ങൾക്കിടയിലും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിയുള്ള ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായതിനൊപ്പം CPMനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ കേസുകൾ വിചാരണ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. CPM നേതാക്കളായ P ജയരാജനും TV രാജേഷും ഉൾപ്പെട്ട അരിയിൽ ഷുക്കൂർ വധക്കേസ്, കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായ തലശ്ശേരി ഫസൽ വധക്കേസ് എന്നിവ കൊച്ചി CBI കോടതിയിൽ വിചാരണ ആരംഭിക്കാനിരിക്കുന്ന കേസുകളാണ്. MSF പ്രാദേശിക നേതാവ് അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ 31 പ്രതികളാണുള്ളത്. വിചാരണ കൂടാതെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള P ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജികൾ കോടതി നേരത്തെ തള്ളിയിരുന്നു. തലശ്ശേരി ഫസൽ വധക്കേസിലും അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. CPM വിട്ട് NDF-ൽ ചേർന്നതിലുള്ള വൈരാഗ്യത്തിൽ 2006 ഒക്ടോബർ 22 പുലർച്ചെയായിരുന്നു തലശ്ശേരിയിൽ വെച്ച് ഫസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചിരുന്നു. ജനം, കൊച്ചി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൽ മുൻകൂർ ജാമ്യം തേടി പരിപാടിയുടെ സംഘാടകർ ഹൈക്കോടതിയിൽ. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. മൃദംഗ വിഷൻ MD നികേഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ സുരക്ഷാ സംവിധാനവും ഒരുക്കിയാണ് പരിപാടി നടത്തിയതെന്ന് വാദം. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു. ഈ സംഘാടകർക്കെതിരെയും സ്റ്റേജ് കെട്ടിയത് ആരാണോ ആ കരാറുകാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവർ നൽകുന്ന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ്?
എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ ഉടമയായ നികോഷ് കുമാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ നിരപരാധിയാണ്, തനിക്കെതിരെ തെളിവുകളില്ല, നിരവധി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ പാലാരിവട്ടം പോലീസ് എടുത്തിട്ടുള്ള കേസ്, അത് ആ കേസിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ 125B, അതോടൊപ്പം തന്നെ 120 അടക്കമുള്ള വകുപ്പുകളാണ്. ഇതൊക്കെ തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നും മുൻകരുതൽ എന്നുള്ള രീതിയിൽ മുൻകൂർ ജാമ്യം തനിക്ക് നൽകണമെന്നുമുള്ളതാണ് ആവശ്യമായിട്ട് നികോഷ് കുമാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ ക്രിസ്മസ് അവധിയാണ്, അതുകൊണ്ട് തന്നെ അവധിക്കാല സിറ്റിംഗ് ബെഞ്ച് നാളെയാണ് ഉണ്ടാകുക. നാളെ തന്നെ ഒരുപക്ഷെ ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. എന്തായാലും ഈ കേസിൽ, അതായത് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള ഈ മൃദംഗ വിഷന്റെ MD നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മുൻകരുതലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ അനുമതികൾ വാങ്ങിച്ചിരുന്നു എന്നും നിരവധി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ സംഘാടനത്തിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലും പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള വാദം കൂടി ഇദ്ദേഹം നൽകിയിട്ടുള്ള ഹർജിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള കാര്യവും ആവശ്യപ്പെടുന്നുണ്ട്. ഈ 125Bയും 120 എന്ന് പറയുന്നത് ഈ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, കഠിനമായിട്ടുള്ള ദേഹോദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ്. അത് രണ്ടും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്ക് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭീതി കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഒരു മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ആവശ്യമായിട്ട് ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസം അവധിക്കാല സിറ്റിംഗിലായിരിക്കും ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. ഉമാ തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിന്മേലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നത്. ആ FIRൽ പറഞ്ഞിട്ടുള്ളത് 14 അടി ഉയരത്തിൽ നിന്നും ഉമാ തോമസ് വീണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിൽ, അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. പ്രത്യേകിച്ച് ഒരു പാസേജ്, അതായത് VIP ഗാലറി ഒരുക്കിയ സമയത്ത് അതിലൂടെ പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയില്ല, സുരക്ഷാ ബാരിക്കേഡോ അല്ലെങ്കിൽ സുരക്ഷാ കൈവരിയോ ഒരുക്കിയില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അശ്രദ്ധ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഈ പറയുന്ന നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ഈ വിഷയം കടന്നിരിക്കുകയാണ്. സിറ്റിംഗ് നടത്തുന്നത് നാളെയായിരിക്കും. അവധിക്കാല ബെഞ്ചിന്റെ മുന്നിലേക്ക് ഈ വിഷയം വരും. എന്തായാലും പോലീസ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ പറയുക, സ്വാഭാവികമായിട്ടും വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ബന്ധപ്പെട്ട അതോറിറ്റീസ്, അതായത് തദ്ദേശ സ്ഥാപനം ഏതാണോ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ മുൻകൂർ അനുമതി തേടണം. ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, പോലീസ്, അവരുടെ ഒക്കെ തന്നെ മുൻകൂർ അനുമതി ഇക്കാര്യത്തിൽ വേണം. ഒപ്പം തന്നെ കാര്യമായിട്ടുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയും വേണം. ഇതൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു വിശദമായിട്ടുള്ള ഒരു വാദം ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നടന്നേക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്കെതിരെ തെളിവുകളില്ല എന്നുള്ള ഒരു വാദഗതി തന്നെയാണ് നികോഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ സംഘാടനത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സ്റ്റേജ് ക്രമീകരിച്ച ആളുകൾ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ സംഘാടകരാണെങ്കിലും ഒരേ രീതിയിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഈ നിലവിലെ സ്റ്റേജിന്റെ അല്ലെങ്കിൽ നിലവിലെ VIP ഗാലറിക്ക് മുകളിലായിട്ടാണ് വീണ്ടും ഉയരത്തിൽ ഈ പറയുന്ന താൽക്കാലിക സ്റ്റേജ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിൽ തന്നെ സുരക്ഷാ കൈവരി ഒരുക്കിയിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കാനായിട്ട് ഏത് വിധത്തിൽ അനുമതി ലഭിച്ചു എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെടും. മാത്രമല്ല GCDA അടക്കം ഒരുപക്ഷെ GCDAയുടെ അനുമതി ഇക്കാര്യത്തിൽ ഏത് വിധത്തിലായിരുന്നു എന്നതും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് പരിശോധിക്കപ്പെടുകയും ചെയ്യും. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന വേളയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. പക്ഷേ നിലവിൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന തരത്തിലാണ് ഈ ഹർജിയിൽ വാദം നിലനിൽക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് നാളെ സിറ്റിംഗ് ഉണ്ട്. സുരക്ഷാ സംവിധാനം ഒരുക്കിയതിലുള്ള പാളിച്ച മാത്രമല്ലല്ലോ, ഈ രക്ഷകർത്താക്കളെല്ലാം പറയുന്നത് അമിതമായ തുക പിരിച്ചെടുത്തു എന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ കൂടി കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ലേ?
ഹൈക്കോടതി സ്വാഭാവികമായിട്ടും കേസിന്റെ മറ്റു മെറിറ്റുകളിലേക്കൊന്നും പോകില്ല. മറിച്ച് ഈ മുൻകൂർ ജാമ്യാപേക്ഷ മുന്നിൽ വന്നൊരു സാഹചര്യത്തിൽ അതിൽ ഏത് വിധത്തിലാണ് ഈ മുൻകൂർ ജാമ്യം നൽകേണ്ട ഒരു സാഹചര്യമുള്ളത്, പ്രത്യേകിച്ച് വകുപ്പുകൾ ഹൈക്കോടതി പരിശോധിക്കപ്പെടണം. കാരണം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. അങ്ങനെയെങ്കിൽ ഈ ഹർജി തീർപ്പാക്കുകയും ചെയ്യും. പക്ഷേ ഒരു പ്രാഥമിക വാദം ഹൈക്കോടതിയിൽ നടത്തപ്പെടും. ആ സമയത്തായിരിക്കും സ്വാഭാവികമായിട്ടും ഈ വിഷയം ഒരു വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സാധാരണ രീതിയിൽ പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ, പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതി ഇടപെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി വരുന്ന സമയത്ത് ഈ വിനോദ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായ ഒരു സാഹചര്യം കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്കെതിരെ തെളിവുകളില്ല എന്നും താൻ നടത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ കൃത്യമായിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദഗതിയാണ് ഈ പറയുന്ന ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അവധിക്കാല ബെഞ്ച് തന്നെയാണ് ഈ ഹർജി പരിഗണിക്കുക. ദേവിക. ശരി രേഷ്മ. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം വീണ്ടും പ്രഹസനമാക്കി പോലീസ്. പുറത്തുവന്ന ഭാഗങ്ങൾ ആരാണ് എഴുതിയതെന്ന് അന്വേഷിക്കാതെയാണ് റിപ്പോർട്ട് നൽകിയത്. തുടരന്വേഷണം വേണമെങ്കിൽ വീണ്ടും പരാതി നൽകണമെന്ന വാദവും വിചിത്രം. വാസ്തവം പുറത്തു വന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഭയന്നാണ് തുടരന്വേഷണ തീരുമാനം ഇ.പിക്ക് വിട്ടിരിക്കുന്നത്. ആത്മകഥാ വിവാദത്തിലെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് DGP മടക്കിയതിനെ തുടർന്നാണ് വീണ്ടും അന്വേഷണം നടത്തിയത്. എന്നാൽ പഴയതുപോലെ തന്നെ കാതലായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെയാണ് റിപ്പോർട്ട് വന്നത്. DC ബുക്സിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ശ്രീകുമാറിന്റെ കൈകളിൽ നിന്നും ആത്മകഥ ചോർന്നുവെന്ന് കണ്ടെത്തിയ പോലീസിന് പക്ഷേ പുറത്തുവന്ന ഭാഗങ്ങൾ എങ്ങനെ DC ബുക്സിലെത്തിയെന്നതിൽ ദുരൂഹതയുണ്ടെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് എഴുതിയതാരെന്നതിലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ വീണ്ടും പരാതി നൽകണമെന്നും പറയുന്നു. DGPക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാതെയാണ് പോലീസ് അന്വേഷിച്ചത്. ചോർന്നത് എവിടെ നിന്നെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേസെടുത്ത വിശദമായ അന്വേഷണത്തിനും പോലീസിന് സാധിക്കും. ഇതൊന്നും ചെയ്യാതെയാണ് പുനരന്വേഷണത്തിന് വീണ്ടും പരാതി നൽകണമെന്ന നിലപാട്. വാസ്തവം പുറത്തു വരണമെങ്കിൽ ഇ.പി. ജയരാജനടക്കം പോലീസ് രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുകയും ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടിയും വരും. കൃത്യമായ അന്വേഷണം നടന്നാൽ ഇ.പി. പറഞ്ഞതൊക്കെ ശരിയാണോ കള്ളമാണോ, ആത്മകഥാഭാഗം പ്രസാധകർക്ക് കൈമാറിയിരുന്നോ എന്നതൊക്കെ തെളിയും. ഇ.പിയുടെ വാദങ്ങൾ വ്യാജമെന്ന് വന്നാൽ CPM ഇഷ്ടപ്പെടാത്ത സമയത്ത് വീണ്ടും വിവാദങ്ങളുണ്ടാകും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് പോലീസിന്റെ കരുതലോടെയുള്ള നീക്കം. പരാതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ തീരുമാനമെടുക്കുന്നതിൽ ഇ.പിയും കുഴയുന്നുണ്ട്. ഗൂഢാലോചനയെന്ന് ആരോപിച്ച് രംഗത്ത് വന്നെങ്കിലും പിന്നീട് കാര്യമായ നിലപാടുകളുമായി ജയരാജൻ മുന്നോട്ട് പോയില്ല. CPMഉം ഇ.പി പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞൊഴിവായി. ഇ.പി പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പോലീസ് കരുതുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ജനം, തിരുവനന്തപുരം. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ പദ്ധതി പ്രവർത്തനം നടന്നത് 40% മാത്രം. 50% പോലും പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കാതെയാണ് സർക്കാർ അടുത്ത ബജറ്റ് സമ്മേളനത്തിന് ഒരുങ്ങുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഫെബ്രുവരി 7-ാം തീയതി അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ ആലോചന. അടുത്ത ബജറ്റിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങവേ ഈ വർഷത്തെ പദ്ധതി പ്രവർത്തനം നടന്നത് 40% മാത്രം. 3 മാസം മാത്രം നിൽക്കെ 50% പദ്ധതി നിർവഹണം പോലും നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാമ്പത്തിക വർഷം 38,886.91 കോടി രൂപയുടെ പദ്ധതിക്കാണ് സംസ്ഥാനം രൂപം നൽകിയത്. ഇതിൽ 21,838 കോടി രൂപയാണ് സംസ്ഥാനം പദ്ധതികൾക്കായി നിശ്ചയിച്ചിരുന്നത്. അതിൽ 38.93% മാത്രമാണ് പൂർത്തിയായത്. 8,532 കോടി രൂപയുടെ തദ്ദേശ പദ്ധതിയിൽ 45.44% മാത്രമേ സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 8,516.91 കോടി രൂപയുടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ 41% മാത്രം നടത്തി. സാധാരണ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിലാണ് പദ്ധതി പ്രവർത്തനം സജീവമായി നടക്കുന്നത്. ഈ വർഷത്തെ പദ്ധതികൾ ഇഴയുമ്പോഴും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് നടത്താമെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ജനുവരി 17-ന് നിയമസഭ ചേർന്ന് ബജറ്റ് പാസാക്കി മാർച്ച് 30-ന് പിരിയുന്ന തരത്തിലുള്ള സമയക്രമീകരണമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയത്. അതേസമയം പുതിയ ഗവർണർ ചുമതലയേറ്റ ശേഷം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ബജറ്റ് സമ്മേളനത്തിന്റെ അന്തിമ തീയതിയിൽ തീരുമാനമുണ്ടാകും. ജനം, തിരുവനന്തപുരം.
ഗവേഷക വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേരള സർവകലാശാല. പാർട്ട് ടൈം ഗവേഷകരുടെ ഫീസ് 15 ഇരട്ടി വർദ്ധിപ്പിച്ചു. റിസർച്ച് സെന്ററുകൾ വർഷാവർഷം വലിയൊരു തുക സർവകലാശാലയ്ക്ക് നൽകണമെന്ന വിചിത്ര ഉത്തരവും പുറത്ത്. പാർട്ട് ടൈം ഗവേഷകർക്കാണ് ഫീസ് വർധന പണിയായിരിക്കുന്നത്. ഒന്നാം കാറ്റഗറിയിൽ വർഷം 795 രൂപ റിസർച്ച് ഫീസായി ഈടാക്കിയിരുന്നിടത്ത് ഇനി മുതൽ ഒരു മാസം 1000 രൂപ വീതം വർഷം അടയ്ക്കേണ്ടത് 12,000 രൂപ. അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ 15 ഇരട്ടി വർധനവ്. രണ്ടാം കാറ്റഗറിയിൽ വർഷം 1260 രൂപ എന്നത് മാസം 1500 വീതം എന്ന തരത്തിലേക്കും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് പാർട്ട് ടൈമായി റിസർച്ച് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർധനവ് വലിയ ബാധ്യത ഉണ്ടാക്കുമെന്നാണ് പരാതി. ഇതിനോടൊപ്പം സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ റിസർച്ച് സെന്ററുകൾക്കും വൻ തുകയാണ് ഇനി മുതൽ സർവകലാശാലയിൽ അടയ്ക്കേണ്ടത്. നേരത്തെ അഫിലിയേഷൻ ഫീസായി 1050 രൂപ മാത്രം നൽകേണ്ടിയിരുന്നിടത്ത് ഇനി മുതൽ 30,000 രൂപ വരെ നൽകണം. സർക്കാർ നിർദ്ദേശപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന മറുപടി. ജനം, തിരുവനന്തപുരം. തലസ്ഥാനത്ത് അടുത്തയാഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് കർശന വിലക്കെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് കോടതിയെ സമീപിക്കാം. കുട്ടികളെ വേദിയിലോ റോഡിലോ ഇറക്കി പ്രതിഷേധിച്ചാൽ കേസെടുക്കുമെന്നും വിധികർത്താക്കളെ നിരീക്ഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നത്. മൻമോഹനെ അപമാനിക്കുന്ന ഇതേ കോൺഗ്രസാണ് നരസിംഹറാവുവിന്റെ ഭൗതികദേഹം ഡൽഹിയിൽ തടഞ്ഞതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അതേസമയം രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ കിസാൻ ഘാട്ടിൽ മൻമോഹൻ സിംഗിന് സ്മാരകമൊരുക്കും. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ വിവാദമാക്കിയത് കോൺഗ്രസ് ആണെന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. JP നഡ്ഡയ്ക്ക് പിന്നാലെ മന്ത്രിസഭയിലെ സിഖ് പ്രതിനിധി ഹർദീപ് സിംഗ് പുരിയും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നു. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിച്ച കോൺഗ്രസ് മരണശേഷവും അത് തുടരുകയാണ്. നാണംകെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നതെന്നും ഹർദീപ് സിംഗ് പുരി വിമർശിച്ചു. The Sikh community और जो Sikh community हमारे लोग हैं, they have come in praise of Dr. मनमोहन सिंह. उनके काम को हमने हमेशा एडमायर किया है, उनके काम की प्रशंसा ही नहीं की है. We have drawn inspiration from that. और आज भी देखिए when the remains were being immersed, the ashes were being immersed, तो हमारे सारे लोग थे वहाँ पे. The Sikh the गुरुद्वारा कमेटी, हमारे बाकी लोग, सिरसा जी, बाकी लोग सारे थे, और कांग्रेस पार्टी के तो नहीं थे वहाँ पे. तो इसलिए ये कहना कि सिख पार्टी का अपमान हुआ है, मैं बिल्कुल गलत बात है. और आने वाले समय में भी अभी जो एक फाइनल उनके मेमोरियल के लिए जमीन दी जाएगी, और अभी देखते जाइए, वी आर टू फ्रेश. और ये कंट्रोवर्सी जो लोग क्रिएट कर रहे हैं, आई डोंट थिंक वी शुड गिव देम अ फ्री रन. പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചപ്പോൾ അനുശോചന യോഗം പോലും കോൺഗ്രസ് വിളിച്ചില്ലെന്ന മകൾ ശർമിഷ്ഠ മുഖർജിയുടെ പ്രസ്താവനയും പാർട്ടിക്ക് തിരിച്ചടിയായി. മുൻ പ്രധാനമന്ത്രിമാർ മരിക്കുമ്പോൾ മാത്രമാണ് അനുശോചന യോഗം ചേരുന്നത് എന്നായിരുന്നു അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രണബിന്റെ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മുൻ രാഷ്ട്രപതി KR നാരായണൻ അന്തരിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേർന്ന് അനുശോചിച്ച കാര്യം പ്രണബിന്റെ മകൾ ഓർമ്മപ്പെടുത്തി. അതേസമയം മൻമോഹൻ സിംഗിന് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ സ്മാരകമൊരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ സ്മാരകത്തിന് അരികിലാകും മൻമോഹൻ സിംഗിനും സ്മാരകം ഒരുക്കുക. ജനം, ഡൽഹി. വാജ്പേയി ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ BJP. അടുത്ത വർഷം ഡിസംബർ 26 വരെയാണ് ശതാബ്ദി ആഘോഷം. ഡൽഹിയിൽ ചേർന്ന BJP സംഘടൻ പർവ്വ ശിബിരത്തിന്റേതാണ് തീരുമാനം. 1924 ഗ്വാളിയാറിൽ ജനിച്ച AB വാജ്പേയിയുടെ ജന്മശതാബ്ദി വർഷമാണ് കടന്നുപോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഖജുരാവോയിൽ കഴിഞ്ഞ 25-ന് തുടക്കം കുറിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം നടത്താനാണ് BJP ദേശീയ നേതൃത്വവും ഒരുങ്ങുന്നത്. AB വാജ്പേയി രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ ഓർമ്മപ്പെടുത്തുന്ന പൊതുപരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. നിലവിൽ വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25
സദ്ഭരൺ ദിവസായി കേന്ദ്ര സർക്കാർ ആചരിക്കുന്നു. ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ചേർന്ന സംഘടൻ പർവ് ശിബിരം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു. ആസന്നമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ചയായി. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ദേശീയ ഭാരവാഹികളെ കൂടാതെ സംസ്ഥാന അധ്യക്ഷന്മാരും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിമാരും ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വരണാധികാരിയും യോഗത്തിൽ പങ്കെടുത്തു. ജനം, ഡൽഹി. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100-ാം വയസ്സിലായിരുന്നു അന്ത്യം. അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോക ജനതയ്ക്ക് വേണ്ടി പ്രയത്നിച്ച പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു. 1977-81 കാലഘട്ടത്തിലാണ് ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റായത്. അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലോകത്തിന് മാതൃകയായ നിരവധി ആശയങ്ങൾ തുടങ്ങിവെച്ച കാലഘട്ടത്തിന് കൂടിയായിരുന്നു അദ്ദേഹം പ്രസിഡന്റായിരുന്നപ്പോൾ സാക്ഷ്യം വഹിച്ചത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ജിമ്മി കാർട്ടർ പ്രവർത്തിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. And that's because Jimmy Carter lived a life measured not by words but by his deeds. Just look at his life's work. He worked to eradicate disease not just at home but around the world. He forged peace, advanced civil rights, human rights, promoted free and fair elections around the world. He built housing for the homeless with his own hands. And his compassion and moral clarity lifted people up and changed lives and saved lives all over the globe. Jimmy Carter was just as courageous in his battle against cancer as he was in everything in his life. ലോക ജനതയ്ക്ക് തന്നെ ഒരു മികച്ച സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്നും ബൈഡൻ പറഞ്ഞു. വെല്ലുവിളികൾ നേരിട്ട കാലത്ത് രാജ്യത്തെ നയിച്ച പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രസിഡന്റ് പദം ഒഴിഞ്ഞതിനു ശേഷം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു ജിമ്മി കാർട്ടർ. 100-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത 6 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന. ഗാസയിലെ ജവലിയ, ബേത് ലഹിയ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. 14 ഭീകരരെ പിടികൂടിയെന്നും പ്രതിരോധ സേന അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ സേന റെയ്ഡ് തുടരുകയാണ്. ഇന്നലെ കമൽ അദ്വാൻ ആശുപത്രിയിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. പരിശോധന തുടരുന്നതിനിടെയാണ് ഇന്ന് 14 ഭീകരരെ കൂടി കണ്ടെത്തിയത്. ഇതിൽ 6 പേരെ വധിക്കുകയും ബാക്കിയുള്ളവരെ പിടികൂടുകയും ചെയ്തു എന്നാണ് വിവരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഭീകരരാണ് വധിക്കപ്പെട്ടത്. രണ്ടു ദിവസം മുമ്പ് ഗാസയിലെത്തിയ 4 IS ഭീകരരെ കൊലപ്പെടുത്തിയിരുന്നു. ഇന്നലെയും ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത 15 പേരെ സേന പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 240 ഭീകരരാണ് സൈന്യത്തിന്റെ പിടിയിലായത്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പിടികൂടുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വീണ്ടും നിർണായക ദൗത്യവുമായി ISRO. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണമായ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന് നടക്കും. സ്പാഡെക്സ് എന്നാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. രാത്രി 10-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-60 കുതിച്ചുയരും. ഡോക്കിംഗ് പരീക്ഷണം വിജയമായാൽ ഈ സാങ്കേതിക വിദ്യയുമായുള്ള 4ാമത്തെ രാജ്യമായി ഭാരതം മാറും. തിരുവനന്തപുരം വെള്ളനാട് സബ് ട്രഷറിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏണിക്കര കളത്തറ സ്വദേശി രാജ്കുമാറാണ് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ പകരം ഉദ്യോഗസ്ഥനാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആര്യനാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പകരമെത്തിയ സെക്യൂരിറ്റി ഓഫീസറാണ് ഗ്രേഡ് SI രാജ്കുമാറിനെ മരിച്ച നിലയിൽ സബ് ട്രഷറി ഓഫീസിനുള്ളിൽ കണ്ടെത്തിയത്. ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പുളുങ്കുടി ബാച്ചിലെ ഗ്രേഡ് SI ആണ് മരിച്ച രാജ്കുമാർ. രാവിലെ എത്തിയ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ പലതവണ കതകിൽ മുട്ടിയെങ്കിലും തുറന്നില്ല. തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ദിവസം രാജ്കുമാർ താമസിച്ചിരുന്ന മുറിക്കുള്ളിൽ നിന്നും കരച്ചിൽ കേട്ടതായി സമീപത്തെ കടയിലുള്ളവർ പറയുന്നു. ആ സമയത്ത് വാതിൽ മുട്ടി വിളിച്ചെങ്കിലും രാജ്കുമാർ വാതിൽ തുറന്നിട്ടില്ല.
രാജ്കുമാർ ഭാര്യയുമായി പിണക്കത്തിലാണ്. ഭാര്യ മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. 12 വയസ്സായ ഒരു മകനുണ്ട്. നിലവിൽ മരണകാരണം പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ആര്യനാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്കുമാറിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി സുഹൃത്തുക്കൾക്ക് അറിയില്ലെന്നും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. വാൽപ്പാറയ്ക്ക് സമീപം തമിഴ്നാട് അതിർത്തിയിൽ പലചരക്ക് കടകൾ തകർത്ത് കാട്ടാനക്കൂട്ടം. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. വാൽപ്പാറയിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പാലക്കാട് സ്കൂട്ടറിന്റെ മുന്നിലേക്ക് കുറുക്കൻ ചാടി അപകടം. അധ്യാപിക മരിച്ചു. പാലക്കാട് ചളവറ ഗവൺമെന്റ് UP സ്കൂളിലെ താൽക്കാലിക കമ്പ്യൂട്ടർ അധ്യാപിക EV സുനിതയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10-ന് വട്ടമണ്ണപുറം മിനി സ്റ്റേഡിയത്തിന് സമീപമായിരുന്നു അപകടം. മലപ്പുറം വെളിയങ്കോട് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. മലപ്പുറം മൊറയൂർ സ്വദേശി ഫാത്തിമ ഹിബയാണ് മരിച്ചത്. ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഇലക്ട്രിക് പോസ്റ്ററിൽ ഇടിച്ചായിരുന്നു അപകടം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.